അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ് ന്യൂ സിലബസ് മൊഡ്യൂൾ വൈസ് അനാലിസിസ് ആണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി ഡിസ്ക്രിപ്റ്റീവ് എക്സാം മോഡ് ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എന്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തത്. സോ ഇന്നു മുതൽ ഓരോ ദിവസവും ഓരോ മൊഡ്യൂളിന്റെ സെപ്പറേറ്റ് അനാലിസിസ് സ്ട്രാറ്റജി, എന്തൊക്കെ ബുക്സ് ആണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്, സജസ്റ്റഡ് ബുക്സ്, ദെൻ എങ്ങനെയാണ് നമ്മുടെ സിലബസിന്റെ പ്രസന്റേഷൻ, ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ദിവസവും ഓരോ മൊഡ്യൂളിന്റെ അനാലിസിസിലൂടെ നമുക്ക് കാണാം. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് വെച്ചിട്ടാണ്. So this is Kiran CS. Once again, welcome back to KCS classes. Research methodology and QT. ഈ രണ്ട് സബ്ജക്റ്റുകളുടെ പേര് കേൾക്കുമ്പോൾ, എസ്പെഷ്യലി QT എന്നൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് തീരെ ദഹിക്കില്ല. പലപ്പോഴും കുട്ടികൾക്ക് തീരെ താല്പര്യമില്ലാത്തൊരു പേപ്പറായിട്ട് മാറിയിട്ടുണ്ട് QT. ഇപ്പൊ ഞാനൊന്നും ഡിഗ്രിക്ക് QT പഠിച്ചിട്ടില്ല, PGക്ക് ആണ് QT പഠിച്ചത്. അതിന് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവാത്തൊരു കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നല്ല, കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നല്ലാണ്ട് പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആരെങ്കിലും വന്ന് അവർ ചിലപ്പോൾ താല്പര്യം ഉണ്ടായിട്ടായിരിക്കും, ചിലപ്പോൾ താല്പര്യം ഇല്ലാത്ത രീതിയിൽ വേറൊരു ഡിപ്പാർട്ട്മെന്റ് വരല്ലേ അവരുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് പോകും. കൺസെപ്റ്റ് വൈസ് ഡീറ്റെയിൽസ് ഇപ്പോൾ പലപ്പോഴും QT പഠിക്കുക, കുറെ ഫോർമുലാസ് പഠിച്ച് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ അനോവ എന്തിനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടി ടെസ്റ്റിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, ഇങ്ങനെ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള പ്രിപ്പറേഷൻസ് കുട്ടികൾ ചെയ്യാത്തതുകൊണ്ടാണ് അതിനോടൊരു താല്പര്യം വരാത്തത്. സോ നമ്മുടെ പ്രിപ്പറേഷൻ ഒരു കാരണവശാലും കുറെ പ്രോബ്ലംസ് ബൈ ഹാർട്ട് ചെയ്ത് പോകുന്ന ഒരു രീതി ആവരുത്. നമ്മൾ കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. പിന്നെ ഈ ഒരു മൊഡ്യൂളിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിന്റെ പ്രത്യേകത, മെത്തഡോളജി പഠിക്കാണ്ട് QT പഠിക്കരുത്. ബിക്കോസ് QT പഠിക്കണമെങ്കിൽ മെത്തഡോളജി പ്രോപ്പറായിട്ട് കവർ ചെയ്യണം. ദെൻ അത് മാത്രമല്ല, റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതാണ് നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത്. റിസർച്ച് മെത്തഡോളജി ആൻഡ് QT നല്ല രീതിയിലുള്ള പ്രസന്റേഷൻ ആണ് നമ്മുടെ സിലബസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വ്യക്തി അറിയേണ്ട കാര്യങ്ങൾ തൊട്ട് റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു അതിന്റെ മറ്റു കാര്യങ്ങളിലോട്ട് പോകുന്നു. ദെൻ അതിനുശേഷം അനാലിസിസ് പാർട്ട് വരുമ്പോൾ ആണ് QT വരുന്നത്, ഫൈനലി റിപ്പോർട്ട് റൈറ്റിംഗ്. ദെൻ അതിനുശേഷം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. ഈ ഒരു രീതിയിലാണ് നമ്മുടെ സിലബസിലെ എല്ലാ കാര്യങ്ങളും പോയിട്ടുള്ളത്. നമുക്ക് 1 by 1 ആയിട്ട് കാണാം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇത് തിയറിയാണ്, മെത്തഡോളജി QT പ്രോബ്ലം ആണെന്ന് കരുതി ഒരു കാരണവശാലും ഇപ്പോൾ സാധാരണ ചെയ്യണ LR40 ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കുറെ പ്രോബ്ലംസ് ചെയ്ത് QT പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യരുത്. സോ മെത്തഡോളജി പ്രോപ്പറായിട്ട് കവർ ചെയ്തതിന് ശേഷം മാത്രം, ഇപ്പൊ QTയില് ഞാനൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് മോർ ദാൻ പ്രോബ്ലം കൺസെപ്റ്റ് ആയിരിക്കും ചോദിക്കുക. സോ ആ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻസിനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട് ഓഫ് സിലബസിലോട്ട്, അല്ലെങ്കിൽ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യത്തിലോട്ട് കടക്കാം. ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് 1 by 1 ആയിട്ട് കാണാം. ഓക്കെ, നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. എന്താണ് ഹിസ്റ്ററി, സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ ഹിസ്റ്ററി. ദെൻ ടൈപ്സ് ഓഫ് റിസർച്ച്, ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് റിസർച്ച്. ദെൻ എല്ലാവരും നെക്സ്റ്റ് പഠിക്കുന്ന റിസർച്ചിന്റെ പ്രോസസ്സ്, അതിനുശേഷം സ്കെയിലിംഗ്, ദെൻ വാലിഡിറ്റി ടെസ്റ്റ്, ദെൻ റിലയബിലിറ്റി ടെസ്റ്റ്, ഇതൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ അതിനുശേഷം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ, ക്രോസ് സെക്ഷണൽ, ടൈം സീരീസ്. ദെൻ കോമൺ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് അറിയണ കുറച്ച് കാര്യങ്ങളാണ് സാമ്പിളിങ്, ദെൻ ടൈപ്സ് ഓഫ് ഡാറ്റ. ഇതൊക്കെയാണ് നമുക്ക് ബിഗിനിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഭൂരിഭാഗം നമ്മൾ റിസർച്ച് മെത്തഡോളജി പഠിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അറിയേണ്ട കാര്യങ്ങളാണ് മെത്തഡോളജി ആസ്പെക്റ്റിൽ കൊടുത്തിട്ടുള്ളത്. സോ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് നമുക്ക് ആദ്യം കവർ ചെയ്യണം. അതിനുശേഷം ഇപ്പൊ നമ്മളൊരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു, അതിനെ ബേസിക് ആയിട്ട് അറിയേണ്ട കൺസെപ്റ്റ്സ് ഇപ്പൊ നോക്കി, അല്ലെങ്കിൽ ടൈപ്സ് നോക്കി, പ്രോസസ്സ് നോക്കി, ഇതിലോട്ടൊക്കെ കവർ ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് പോകുന്നത് സിലബസ് റിസർച്ച് ഹൈപ്പോസിസ് ആണ്. ശരിക്കും നമ്മൾ ഹൈപ്പോസിസിന്റെ കാര്യങ്ങൾ മെത്തഡോളജിയിൽ ഉണ്ടെങ്കിലും QTയിലാണ് പ്രോബ്ലം ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ പോകുന്ന ആ ഒരു രീതിയിലാണ് റിസർച്ച് ഹൈപ്പോസിസ്, അതിൽ പാരാമെട്രിക് ടെസ്റ്റ്, നോൺ പാരാമെട്രിക് ടെസ്റ്റ്, ദെൻ അതിനുശേഷം അനാലിസിസ് ഓഫ് ഡാറ്റ. അതിലിപ്പോ ബൈവാരിയേറ്റ്, യൂണിവാരിയേറ്റ് ആ കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്, ഫാക്ടർ അനാലിസിസ് കവർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ദെൻ പിന്നെ അനാലിസിസ് പാർട്ടിലോട്ട് പോകുമ്പോൾ സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ മീഡിയൻ മോഡ്, ദെൻ അപ്പോൾ QT സ്റ്റാറ്റിക്സ് പാർട്ടായി, കോറിലേഷൻ, റിഗ്രഷൻ അത് സ്റ്റാർട്ട് ചെയ്യണു. ദെൻ അനോവ,
ദെൻ അതിനുശേഷം ടെസ്റ്റുകൾ, ടി ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, എല്ലാ ടെസ്റ്റുകളും അതിൽ കവർ ചെയ്യുന്നു. ദെൻ റിഗ്രഷനിലെ പാർഷ്യൽ അതേപോലെ തന്നെ സിമ്പിൾ റിഗ്രഷൻ അനാലിസിസ് കവർ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂഷൻ ആയിട്ട്. സോ ഇങ്ങനെ ആദ്യം റിസർച്ചിന്റെ ബേസ് കവർ ചെയ്തതിന് ശേഷം ദെൻ QT അല്ലെങ്കിൽ സ്റ്റാറ്റിക്സിന്റെ ആസ്പെക്ടിലോട്ടാണ് നെക്സ്റ്റ് വളരെ കറക്റ്റ് ആയിട്ട് കവർ ചെയ്തുകൊണ്ട് നല്ല രീതിയിലാണ് പ്രസന്റേഷൻ വന്നിട്ടുള്ളത്. പിന്നെ നമ്മള് QT-യിലൊക്കെ ഇപ്പൊ ഞാൻ എന്റെ സിലബസിലൊന്നും ഇല്ലാത്തതായിരുന്നു ഇക്കണോമെട്രിക്സ്. അപ്പൊ നമ്മുടെ ഈ സിലബസിൽ അത് ചോദിച്ചില്ല, ഇക്കണോമെട്രിക്സ് അല്ലെങ്കിൽ ഇക്കണോമെട്രിക്സ് മോഡൽസ്. ഇപ്പോ ഇക്കണോമിക്സ് അവർക്കൊക്കെ ആയിരിക്കും കൂടുതൽ ഇക്കണോമെട്രിക്സ് ഒക്കെ കൂടുതലല്ലേ, നമ്മുടെ സിലബസിലൊന്നും അത്രത്തോളം ഇല്ല, പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഇക്കണോമെട്രിക്സും അതിന്റെ ഡീറ്റെയിൽസും സിലബസിൽ ഉള്ളതുകൊണ്ട് തന്നെ അത് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പിന്നെ പറഞ്ഞിരിക്കുന്ന ഇക്കണോമെട്രിക്സ് മോഡൽസും അതിന്റെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നോർമാലിറ്റി ടെസ്റ്റ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നോർമാലിറ്റി ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാം. ഇതാണ് അതിനുശേഷം കവർ ചെയ്തിട്ടുള്ളത്. സോ ആദ്യം മെത്തഡോളജിയുടെ ബേസിക് ആയിട്ടുള്ള ആസ്പെക്ട്സും അത് ഡീറ്റെയിൽ ആയിട്ട് പോയി. പിന്നെ അതിനുശേഷമാണ് ഇതിലേക്ക് വരുന്നത് സ്റ്റാറ്റിക്സ് ആസ്പെക്ട് അല്ലെങ്കിൽ QT-ലോട്ടൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ നല്ലൊരു ഓർഡറിലോട്ടാണ് വരുന്നത്. അതിനുശേഷം ഇതൊക്കെ ഫിനിഷ് ചെയ്ത് അനാലിസിസിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഫൈനലി വീണ്ടും അല്ലെങ്കിൽ റിസർച്ച് റൈറ്റിംഗിലോട്ടാണ്, മെത്തഡോളജിയുടെ കണ്ടിന്യൂഷൻ. അപ്പൊ എല്ലാ അനാലിസിസും പിന്നെ QT-യിലേക്ക് വെച്ചു. അപ്പൊ റിസർച്ച് മെത്തേഡ്സ് ആണ് അവിടെ, മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ആണ് നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുന്നത്. റിസർച്ച് മെത്തഡോളജി അല്ലെങ്കിൽ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ കവർ ചെയ്ത് ഫൈനലി റിസർച്ച് റൈറ്റിംഗ്, റിപ്പോർട്ട് റൈറ്റിംഗ് എന്താണ്, ഇതൊക്കെ എന്താണ് APA ആണോ ഫോളോ ചെയ്യണ്ടേ, ദെൻ ബിബ്ലിയോഗ്രഫി എങ്ങനെ, റെഫറൻസ് എങ്ങനെ വെക്കാം, ഈ കാര്യങ്ങളൊക്കെയാണ് ഫൈനലി പിന്നെ കവർ ചെയ്യുന്നത്. ദെൻ ഇതിനൊക്കെ ശേഷം റിപ്പോർട്ട് പ്രസന്റേഷന് ശേഷം ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുതിയ കുറച്ച് കാര്യങ്ങളാണ് പ്ലേജറിസം ചെക്കിംഗ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഹൗ വി ക്യാൻ ഓവർകം പ്ലേജറിസം. അതൊരു പുതിയ സിലബസ് ആണ്, പഴയ സിലബസിലൊന്നും ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ കുറച്ചും കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ സൈറ്റേഷൻ ഡീറ്റെയിൽസ്, ഇമ്പാക്ട് ഫാക്ടർ, ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ എൻറ്റയർ സിലബസ്. സോ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ എന്താണ്, റിസർച്ചിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ റിസർച്ചിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം കവർ ചെയ്തു. അതിനുശേഷം QT പോർഷൻസ് അല്ലെങ്കിൽ റിസർച്ച് പ്രോപ്പർ ആയിട്ട് നടക്കാൻ വേണ്ട സ്റ്റാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻസ് ആണ് പിന്നെ കവർ ചെയ്യുന്നത്. ഫൈനലി റിപ്പോർട്ട് റൈറ്റിംഗും ദെൻ ബിബ്ലിയോഗ്രഫി ഡീറ്റെയിൽസ്, സൈറ്റേഷൻ ഡീറ്റെയിൽസ്, പ്ലേജറിസം, അതിന്റെ എത്തിക്സ്, സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നവർക്ക് വേണ്ട എത്തിക്സ്, ദെൻ ഇമ്പാക്ട് ഫാക്ടർ, സൈറ്റേഷൻ ഡീറ്റെയിൽസ്, ഇങ്ങനെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പബ്ലിക്കേഷൻസിലൊക്കെ പോകുമ്പോൾ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫൈനലി ഒരു അല്ലെങ്കിൽ റിസർച്ചർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഫൈനലി സിലബസിൽ കവർ ചെയ്തിട്ടുള്ളത്. സോ വളരെ നല്ലൊരു പ്രസന്റേഷനാണ് നമ്മുടെ സിലബസിലൂടെ പോയിട്ടുള്ള 1 by 1 ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ. ഓക്കെ, സോ ഈ പറയുന്ന നല്ല രീതിയിൽ ഈ സിലബസ് കവർ ചെയ്യണമെങ്കിൽ ഏതൊക്കെ ബുക്സ് നമുക്ക് ഫോളോ ചെയ്യണം, അധികം ടെക്സ്റ്റ് ബുക്സിലോട്ടൊന്നും പോകണ്ട, പക്ഷെ ഏതൊക്കെ കവർ ചെയ്യണം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് കാണാം. റിസർച്ച് മെത്തഡോളജിക്കും QT-ക്കും വേണ്ടി 2 ബുക്സ് ആണ് ഞാൻ മെയിൻ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. മെത്തഡോളജി കവർ ചെയ്യണമെങ്കിൽ കോത്താരി, എല്ലാവർക്കും അറിയുന്നതാണ്, കോത്താരി ഇറ്റ്സ് ഇനഫ്. പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള മെത്തഡോളജിയുടെ ടെക്സ്റ്റ് ആണ് CR കോത്താരിയുടെ മെത്തഡോളജി. സോ എല്ലാവരും ഇപ്പോൾ നിങ്ങൾക്ക് ഹാർഡ് കോപ്പി അവൈലബിൾ അല്ലെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും സൈറ്റിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആണ്. സോ മെത്തഡോളജിക്ക് വേറെ ചോദ്യമില്ല, CR കോത്താരി പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യുക, നമ്മുടെ സിലബസ് പ്രോപ്പർ ആയിട്ട് എല്ലാതും കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് QT ആസ്പെക്ട് ആണ്, ദാറ്റ് മീൻസ് റിസർച്ച് മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ് നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള സാഹിത്യവാൻ പബ്ലിക്കേഷൻസിന്റെ ഗുപ്ത ആൻഡ് ശുക്ല ആൻഡ് ഗുപ്തയുടെ ടെക്സ്റ്റ് ബുക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ഈ പറയുന്ന സിലബസ് പ്രോപ്പർ ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എല്ലാതും റിസർച്ചിന്റെ മെത്തേഡ്സ് പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് ശുക്ല ആൻഡ് ഗുപ്തയുടെ സാഹിത്യഭവൻ പബ്ലിക്കേഷൻസിന്റെ. സോ നമുക്ക് ഈ 2 ടെക്സ്റ്റ് ബുക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ സിലബസ് നല്ല രീതിയിൽ കവർ ചെയ്യാം. ആദ്യം മെത്തഡോളജിക്ക് വേണ്ടിയിട്ട് കോത്താരി നല്ല രീതിയിലുള്ള സിമ്പിൾ പ്രസന്റേഷൻ ആണ്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന്റെയും പുതിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ദെൻ അതിൽ പ്ലേജറിസത്തിന്റെയും അല്ലെങ്കിൽ അങ്ങനെ പുതിയ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് മാത്രം വേണമെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് പുതിയ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാന്നുള്ള. അപ്പാർട്ട് ഫ്രം ദാറ്റ് പ്രോപ്പർ ആയിട്ട് ഈ 2 സിലബസ് അല്ലെങ്കിൽ ഈ 2 ടോപ്പിക്സ് നല്ല രീതിയിൽ ഈ ടെക്സ്റ്റ് ബുക്കിലൂടെ കവർ ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദി 2 ബുക്സ്. ഞാൻ പറയുന്ന 2 സജഷൻ നിങ്ങളിത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റും, സിലബസ് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ,
സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാനൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പല കുട്ടികൾക്കും QT എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് അല്ല. അതിനൊരു കാരണം ഞാൻ അത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വെറുതെ പ്രോബ്ലം മാത്രം കാണാപാഠം പഠിച്ച് അല്ലെങ്കിൽ എന്താണ് ബൈ ഹാർട്ട് പഠിച്ച് പാസ്സാവുന്ന ഒരു രീതി പലപ്പോഴും ആൾക്കാർ ഫോളോ ചെയ്യുന്നതാണ്, കുട്ടികൾ ഫോളോ ചെയ്യുന്നതാണ്. ആ ഒരു രീതിയിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനൊരു താല്പര്യമില്ലാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നോ പ്രോബ്ലം. ഇപ്പൊ ഞാൻ എംഫിൽ ചെയ്യുമ്പോഴാണ് QT എനിക്കെടുത്തത് പ്രൊഫസർ ജോൺസൺ സാറാണ്. ഇതുവരെ ഇപ്പൊ ഞാൻ PGക്കൊക്കെ QT ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം കീറി മുറിച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കാന്ന് അറിയില്ലേ, അങ്ങനത്തെ ഒരു പ്രസന്റേഷൻ അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ PGയിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ MCOMനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയേ. സോ ഇങ്ങനെയുള്ള ക്ലാസ്സസ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ സിലബസിലെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് എങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുകയാണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ മറക്കരുത്, നിങ്ങൾക്ക് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന ഏരിയാസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ആരും ഇത് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് മാറ്റി വെക്കരുത്. ഓക്കെ, അടുത്തതായിട്ട് ഭൂരിഭാഗം കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ മെത്തഡോളജി ആൻഡ് QT. അത് മാത്രമല്ല ഓരോ മൊഡ്യൂളും ഫിനിഷ് ചെയ്യണമെങ്കിൽ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു 3 സബ്ജക്ട്, ബെസ്റ്റ് സജഷൻ അതാണ്, ഒരു ദിവസം ഒരു 3 സബ്ജക്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ഡിഫറെന്റ് ഇന്റർവൽ ആയിട്ട് പഠിക്കുക. ആദ്യത്തെ ഒരു പേപ്പറിന് ഒരു 1.5 മണിക്കൂർ, അടുത്തതിന് ഇതേപോലെ തന്നെ 2 hours. ആ ഒരു രീതിയിൽ പ്രിപ്പറേഷൻസ് മുന്നോട്ട് പോകുമായിരിക്കും ഏറ്റവും ബെറ്റർ. സോ അങ്ങനെ പോവാണെങ്കിൽ ഒരു 35 days മാക്സിമം നിങ്ങളുടെ ഒരു ഫേവറേറ്റ് പേപ്പർ ഒക്കെ ആണെങ്കിൽ ഒരു 30 ദിവസം ഇറ്റ്സ് ഇനഫ് ഫോർ ഫിനിഷിംഗ് മെത്തഡോളജി ആൻഡ് QT. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനായിരിക്കണം നിങ്ങൾ കൊണ്ടുപോകണ്ടേ. ഒരു ദിവസം മാക്സിമം ഒരു 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മെത്തഡോളജി ആൻഡ് QT ഫിനിഷ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ദി ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ. ഒരു മാക്സിമം 35 days കൊണ്ട് നിങ്ങൾ QT ആൻഡ് മെത്തഡോളജി ഫിനിഷ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് മൊഡ്യൂൾ റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ പ്രോപ്പർ അനാലിസിസ് ആണ്. എൻറ്റയർ സിലബസിനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമുള്ള 2 ഇമ്പോർട്ടന്റ് ബുക്സിന്റെ സജഷൻ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ദെൻ പ്രിപ്പറേഷന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എത്ര ദിവസം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. സോ അതിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സജഷൻ തന്നിട്ടുണ്ടായിരുന്നത്, ഏറ്റവും നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളതും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ വരും ദിവസങ്ങളിൽ അടുത്ത മൊഡ്യൂൾസിന്റെ എൻ്റെ ഡീറ്റെയിൽസ് അനാലിസിസ്, ബുക്ക് സജഷൻ, സ്റ്റഡി പ്ലാൻ ഡീറ്റെയിൽസ് എല്ലാതുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.